എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ആദ്യമായി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയും മുട്ടക്കറിയുമാണ്. മുട്ടക്കറി എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു വിദ്യയാണ്. ആദ്യം ഒരു കുക്കർ അടയ്ക്കാതെ കുക്കർ തുറന്ന് അത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കടുക് വറുത്ത് അതിലേക്ക് ആവശ്യത്തിന് സവാള, അതിനകത്ത് കറിവേപ്പില ഇടുക. അതിലേക്ക് സവാള ഇട്ട് വഴറ്റുക. നല്ല വഴന്നതിന് ശേഷം ആവശ്യത്തിന് തക്കാളി, അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്, ചിലർക്ക് നല്ല പുളിപ്പ് വേണം, ചിലർക്ക് പുളിപ്പ് വേണ്ട, അതിനനുസരിച്ച് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ. തക്കാളി ഇട്ടതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഈ 3 പൊടികളും ഇട്ട് നല്ലതുപോലെ വഴറ്റുക. പിന്നെ മഞ്ഞപ്പൊടിയും നമുക്ക് ആവശ്യത്തിന്, അത് ശകലം കുറച്ച് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കുക. മുട്ട നമുക്ക് ഇതിലേക്കിടാം. ഈ കുക്കറിൻ്റെ അകത്തിട്ട് തന്നെ നമുക്ക് ഒരുമിച്ചിട്ട് വേവിക്കാം. കാരണം എളുപ്പ വഴിയാണ്. നമുക്ക് മുട്ട ഇതിലോട്ട് ഇടുമ്പോൾ അത് മുട്ടയും വേവും ഒരുമിച്ച് കാരണം മുട്ട നല്ല വൃത്തി കഴുകിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കുക്കറിൻ്റെ അകത്തിട്ട് അടച്ച് വയ്ക്കേണ്ടത്. മുട്ട നല്ല കഴുകി കുക്കറിൻ്റെ അകത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ച് വയ്ക്കുക. മുട്ട വേവാനുള്ള സമയം കൂടെ ആയി. നമുക്കൊരു 3 വിസിൽ കേൾക്കണ വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. വിസിലെല്ലാം കേട്ടു. നമ്മളിതിപ്പോൾ കുക്കർ തുറന്ന് അതിൻ്റെ അകത്തുള്ള മുട്ട നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെള്ളത്തിലിടുക. അതിൻ്റെ ചൂട് മാറിയിട്ട് വേണം നമുക്കത് പൊളിച്ചെടുക്കാൻ. ഇനി വീണ്ടും നമ്മളിത് നല്ലതുപോലെ തിളപ്പിക്കുക. കാരണം ഇത് കുറുകി വരാൻ വേണ്ടിയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ശകലം കുറുക്കിയെടുക്കുക. നമ്മൾ നേരത്തെ ഉപ്പിടാൻ മറന്നു. ആ ഉപ്പ് ഞാൻ ഇപ്പോൾ ഇടുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ്. ഞാൻ മഞ്ഞൾപ്പൊടി 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വെന്തതിന് ശേഷം ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് മുട്ടയും ഉടച്ച് നമുക്ക് ഈ ബൗളിലോട്ട് വയ്ക്കാം. സ്വാദിഷ്ടമായ ഉള്ളിക്കറി റെഡി. ഇനി നമുക്ക് ഇതിന് വേണ്ട പരത്തിയ ചപ്പാത്തി, ഹാഫ് കുക്ക് ചെയ്ത ചപ്പാത്തി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അത് നമുക്ക് ശകലം നെയ്യ് ചേർത്ത് നമുക്ക് ചുട്ടെടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ്സും കൂടും, നല്ല ടേസ്റ്റും ഉണ്ടാകും. രണ്ട് സൈഡും മറിച്ചിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക.
ഇത് ആദ്യത്തെ യൂട്യൂബ് ചാനലാണേ, എൻ്റെ ആദ്യത്തെ വീഡിയോസ് കാണേ. ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിനെ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഇനി നമുക്ക് ഇതേപോലെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം. എന്നെ സപ്പോർട്ട് ചെയ്യൂ. ഇനി പോയി ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റീസ് ഞാൻ അങ്ങോട്ടും ഉണ്ടാക്കി കാണിക്കുന്നതാണ്. സ്വാദിഷ്ടമായ ചപ്പാത്തിയും മുട്ടക്കറി റെഡി. ഇനി നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം.